ഞാനിപ്പോൾ നിൽക്കുന്നത് പേരളശ്ശേരിയിലെ AKG സ്കൂളിലാണ്. ഇവിടെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ്റെ വോട്ട്. ഇവിടെയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മോട് പ്രതികരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് മലബാറിൽ തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് 5 ദിവസം കഴിഞ്ഞു, മലബാറിലെ LDFിൻ്റെ പ്രതീക്ഷകൾ, പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും LDFിൻ്റെ ശക്തിദുർഗമായ കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് 7 ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഈ 7 ജില്ലകളിലും 2020 ജനവിധി തുടരുമെന്ന് മാത്രമല്ല, അതിനേക്കാൾ മുന്നേറ്റമാണ് ഉണ്ടാവുക. ഇടതുപക്ഷത്തിന് വോട്ടും സീറ്റും വർദ്ധിക്കും. അതിന് കാരണം ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പം നിന്നതാണ്. സ്ത്രീ പീഡകന്മാർക്ക് ഒപ്പമല്ല ഇടതുപക്ഷം. ഇടതുപക്ഷം സ്ത്രീ പക്ഷത്താണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ് കുടുംബശ്രീ കൊണ്ടുവന്നത്. അതുപോലെ 50% വനിതാ സംവരണം. ഇന്നിപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, സ്ത്രീ വോട്ടർമാരാണ് കേരളത്തിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം ഒരിക്കലും സാധ്യമല്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 35-നും 60-നും മധ്യ പ്രായമുള്ള മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള സ്ത്രീകൾക്ക് ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തിയത്. അപ്പം ഇതെല്ലാം തെളിയിക്കുന്നത് ഇടതുപക്ഷം സ്ത്രീപക്ഷത്താണ്. എന്നാൽ സമീപകാലത്തെ ചില സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത് എന്താ? ഒന്ന്, സിനിമാ നടി പീഡന കേസിൽ അതിജീവിതയോടൊപ്പം ജനങ്ങളാകെ നിലകൊണ്ടപ്പോൾ കോടതിയുടെ വിധി 6 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് സ്വാഗതാർഹമായ കാര്യമാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ പ്രതിസ്ഥാനത്ത് നിന്നും കുറ്റം ചെയ്തില്ലെന്ന് കോടതി പറഞ്ഞതോടെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു പൊതു അഭിപ്രായമുണ്ട്. അത് അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്ന നിലപാടാണ്. ഇപ്പോൾ കോടതി വിധി സെഷൻസ് കോടതിയുടെ വിധിയാണ്. തുടർന്ന് മേൽക്കോടതികളുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചു. സന്ദർഭോചിതമായ തീരുമാനമാണത്. ദൗർഭാഗ്യവശാൽ UDF കൺവീനർ എടുത്ത നിലപാട് വേട്ടക്കാരുടെ കൂടെ നിൽക്കുന്ന നിലപാടാണ്. സർക്കാർ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പീൽ പോകുന്നു എന്ന പ്രതികരണം നടത്തിയ അടൂർ പ്രകാശ്, UDF കൺവീനർ, അത് സ്ത്രീ വിരുദ്ധ പക്ഷത്താണ്. അതിൻ്റെ കൂടെയാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡൻറ്റിൻ്റെ പ്രതികരണം വന്നത്. അദ്ദേഹം പറഞ്ഞു, രാഹുലിനെതിരായി ലഭിച്ച 2ാമത്തെ പരാതി എന്ന് പറയുന്നത് ഒരു ലീഗൽ ബ്രെയിനിലൂടെ തയ്യാറാക്കിയ പരാതിയാണ്. ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരാതിയാണ്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഓൺലൈനിലൂടെ പരാതി കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അത് നാഥനില്ല പരാതിയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ. അതിജീവിതയോടൊപ്പം നിൽക്കേണ്ടവർ തന്നെ വേട്ടക്കാരുടെ കൂടെ പോയാൽ എങ്ങനെയാണ്? ഇത് തെളിയിക്കുന്നത് ലൈംഗിക ക്രിമിനലായ രാഹുലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് രാഹുലിനെ പുറത്താക്കി എന്ന് മേനി നടിച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്യുന്നത്. ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അല്ല, അതിശക്തമായ പ്രതികരണമാണ് സമൂഹത്തിൽ ഉയർന്നു വന്നത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ ഇന്ന് 7 ജില്ലകളിലെ വോട്ടെടുപ്പ് ദിവസം പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തിപ്പെടേണ്ടുന്ന ഒന്ന്, അത് ബാലറ്റിലൂടെ നിശബ്ദമായ രീതിയിലുള്ള പ്രതിഷേധമായിട്ടാണ് പ്രതിഫലിക്കുക. ഇതുമാത്രമല്ല, UDF ഒറ്റപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞു മാറിയതല്ല, മറുപടി പറയാനും ഒന്നുമില്ല. വികസനത്തിന് പാര, ക്ഷേമത്തെ എതിർക്കുക, പെൻഷൻ കൈക്കൂലിയാണെന്ന് പറയുക, നാട്ടിലൊരു റോഡും പാലവും സ്കൂളും വരുമ്പോൾ അതിനെ ഏറ്റവും ആദ്യം എതിർക്കുന്നത് UDF ആവുക, പ്രതിപക്ഷ നേതാവാവുക.
പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പഴയ നിലപാടിൽ തന്നെ തുടരുന്നോ എന്ന ചോദ്യമാണല്ലോ അതിൻ്റെ പ്രസക്തി. എന്ന് പറഞ്ഞാൽ വികസന പദ്ധതികൾ ഇടതുപക്ഷം നടപ്പാക്കുമ്പോൾ നിങ്ങൾ എതിർത്തു, നിങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു, നിങ്ങൾ ആ പദ്ധതി നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയെല്ലാം ചെയ്ത നിങ്ങൾ ഇപ്പോൾ ഈ പദ്ധതിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം നിലപാടിൽ വല്ല മാറ്റവും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വികസന പദ്ധതികൾ പൂർത്തീകരിച്ചത് നിങ്ങൾ ബുൾഡോസർ ഇട്ട് തകർക്കുമോ? UDF അധികാരത്തിൽ വന്നാൽ നിങ്ങൾ അതും ചെയ്യുമോ എന്നതാണ് ദീർഘകാലത്തേക്കുള്ളൊരു ചോദ്യം. ഉത്തരമില്ല. ലൈഫ് മിഷനിലൂടെ വീട് പണിതതിനെ കളിയാക്കിയില്ല അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ അത് ഉടച്ചു വാർക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലൈഫ് മിഷനിലൂടെ 4.71 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തത് ആ നല്ല കാര്യത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ആ വീടെല്ലാം ഇനി തകർക്കണ്ടേ? അപ്പോൾ ചുരുക്കത്തിൽ തങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനും കഴിയില്ല. ഇടതുപക്ഷം ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക. ഏതാണ്ട് പുല്ലരി കിടക്കുന്ന പട്ടിയെപ്പോലെയാണ് UDF. അവർക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യുക? ഇനിയിപ്പം ക്ഷേമവും വികസനവും പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയാത്ത UDF ചെയ്യുന്നതെന്താ? മദ്യം ഒഴുക്കുക. പക്ഷേ തിരുനെല്ലിയിലെ ആദിവാസികൾ മൂപ്പൻ്റെ നേതൃത്വത്തിൽ മദ്യം കൊണ്ടുവന്നപ്പോൾ കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോളനിയിൽ നിന്ന് UDFകാരെ അടിച്ചോടിച്ചത്. മദ്യം കൊണ്ടൊന്നും വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല. പണം കൊടുത്തുകൊണ്ട് വോട്ട് പിടിക്കുന്നത് വീഡിയോവിൽ നമ്മൾ കണ്ടല്ലോ. UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്, വോട്ടർക്കാണ് പണം കൊടുക്കുന്നത്. ആ വോട്ടർ എന്താ ചെയ്ത്? പണം കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ തിരിച്ചു കൊടുത്തിട്ട് ആ വോട്ടർ പറഞ്ഞു, പണം വാങ്ങിയിട്ട് വോട്ട് ചെയ്യുന്ന ശീലം എനിക്കില്ല. വീട്ടിൽ പോയി പണം കൊടുക്കുന്ന ദൃശ്യം പുറത്തു വന്നില്ലേ? അതും കോൺഗ്രസ്സുകാരാണല്ലോ. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് എന്താ? മതവും വിശ്വാസവും പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവ് കാസർഗോഡ് 16-ാം വാർഡിൽ. അങ്ങനെ വോട്ട് പിടിക്കാൻ പരിശ്രമിച്ചപ്പോൾ വീടുകളിൽ നിന്ന് തന്നെ ചോദ്യം ഉയർന്നു വന്നു. നിങ്ങൾക്ക് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേര് പറയാൻ എന്താ അർഹത? നിങ്ങൾ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടല്ലേ കൂട്ടുകൂടിയത്? അത് മതത്തിനും വിശ്വാസത്തിനും ഗുണമാണോ? മതവിശ്വാസികൾക്ക് ആപത്തല്ലേ അത്? അപ്പോൾ RSSന് പ്രയോജനം ചെയ്യുന്ന രാഷ്ട്രീയം നിങ്ങളെല്ലാം കാണിക്കുമ്പോൾ അതിനെ വോട്ടർമാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വികസനവും ക്ഷേമവും ഇടതുപക്ഷം പറയുമ്പോൾ വികസനത്തിനും ക്ഷേമത്തിനും പാരപണിയുന്ന കോൺഗ്രസിനോട് മുഖ്യമന്ത്രി ചില ചോദ്യങ്ങൾ ചോദിച്ചത് നിങ്ങൾ ആ പാരപ്പണി നിർത്തുമോ എന്നാണ്. അതിന് മറുപടി പറയാൻ കഴിയാത്തവർ വികസന വിരോധികളാണ്, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാത്തവരാണ്, പെൻഷനെ കൈക്കൂലിയായി കണക്കാക്കുന്നവരാണ് എന്ന് തിരിച്ചറിയുന്ന ജനതയാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു. വടക്കൻ കേരളത്തിൽ അഥവാ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ ഇന്നത്തെ വോട്ടെടുപ്പിലും ഇടതുപക്ഷം ഐതിഹാസികമായ വിജയം നേടുക തന്നെ ചെയ്യും. MP ജയരാജൻ പറഞ്ഞു വെക്കുന്നത് LDF വലിയ വിജയം നേടും. വികസന വിരുദ്ധരായ UDFനെ, സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന UDFന് ജനങ്ങൾ ബാലറ്റിലൂടെ ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.